ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം സപ്തമോധ്യായഃ. ഏഴാമത്തെ അധ്യായം മുതൽ ഇനി ഏതാനും അധ്യായങ്ങളിലായി ഋഷഭദേവന്റെ മൂത്ത മകനായ ഭരതന്റെ ഉപാഖ്യാനമാണ്. ഈ ഏഴാമത്തെ അധ്യായത്തിൽ ഭരതൻ ഒരുപാട് കാലം യാഗാദി അനുഷ്ഠാനങ്ങൾ ചെയ്ത് ഭഗവാൻ ശ്രീഹരിയെ സേവിച്ചുകൊണ്ട് തന്നെ രാജ്യം വാണതും പിന്നെ എല്ലാറ്റിൽ നിന്നും നിവൃത്തനായി ഹരിഭജനത്തിൽ മുഴുകിയതും ആണ് പറയുന്നത്. ശ്രീശുക ഉവാച. ഒന്നാമത്തെ ശ്ലോകം. ഭരതസ്തു മഹാഭാഗവതോ യഥാ ഭഗവതാ അവനിതലപരിപാലനായ സഞ്ചിന്തിതഃ തദനുശാസനപരഃ പഞ്ചജനീം വിശ്വരൂപദുഹിതരം ഉപയേമേ. മഹാഭാഗവതഃ ഭരതഃ തു. ഭക്ത അഗ്രഗണ്യനായ ഭരതനാകട്ടെ യഥാ ഭഗവത എപ്പോഴാണോ ഋഷഭദേവനാൽ അവനിതല പരിപാലനായ ഭൂമിയെ സംരക്ഷിക്കാനായിട്ട് സഞ്ചിന്തിതഃ സങ്കൽപ്പിക്കപ്പെട്ടത് അപ്പോൾ മുതൽ തദനുശാസനപരഃ തൻ്റെ അച്ഛനായ ഋഷഭദേവന്റെ ആജ്ഞ നിറവേറ്റിക്കൊണ്ട് പിന്നീട് രാജ്യവും ഭരിച്ചു. അതിനിടയിൽ വിശ്വരൂപദുഹിതരം വിശ്വരൂപന്റെ മകളായ പഞ്ചജനീം പഞ്ചജനി എന്നവളെ ഉപയേമേ വിവാഹം ചെയ്തു. വിശ്വരൂപന്റെ പുത്രിയായ പഞ്ചജനിയെ വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചു. ഒപ്പം അച്ഛന്റെ ആജ്ഞയെ നിറവേറ്റാനായി രാജ്യഭരണവും ഏറ്റെടുത്തു. 2-3 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. തസ്യാം ഊ ഹ വാ ആത്മജാൻ താർസ്ന്യേന അനുരൂപാൻ ആത്മനഃ പഞ്ച ജനയാമാസ ഭൂതാദിഹി ഇവ ഭൂതസൂക്ഷ്മാണി. 3 സുമതിം രാഷ്ട്രഭൃതം സുദർശനം ആവരണം ധൂമ്രകേതും ഇതി അജനാഭം നാമ ഏതത് വർഷം ഭാരതം ഇതി യത ആരഭ്യ വ്യപതിശന്തി. തസ്യാം ആ പഞ്ചജനിയിൽ ഊഹവൈ അവളിൽ തന്നെയായി ഭൂതാദിഹി അഹങ്കാരതത്വം ഭൂതസൂക്ഷ്മാണി ഇവ ആ അഹങ്കാരതത്വത്തിൻ്റെ അതേ സ്വഭാവത്തോടുകൂടിയ ഭൂതസൂക്ഷ്മങ്ങളെ എങ്ങനെയാണോ തന്നിൽ നിന്നും സൃഷ്ടിക്കുന്നത് ഇതുപോലെ താർസ്ന്യേന തികച്ചും ആത്മനഃ തനിക്ക് അനുരൂപന്മാരായ അനുരൂപാൻ ആത്മനഃ അനുരൂപാൻ. ഇനി 5 മക്കളുടെ പേര് പറയുകയാണ്. സുമതി, രാഷ്ട്രഭൃത്, സുദർശനൻ, ആവരണൻ, ധൂമ്രകേതും ഇതി ഇങ്ങനെ പഞ്ച ആത്മജാൻ ജനയാമാസ 5 മക്കളെ ജനിപ്പിച്ചു. ഇനി പറയുന്നു യതഃ ആരഭ്യ യാതൊരു ഭരതന്റെ കാലം മുതൽ അജനാഭം നാമ അജനാഭം എന്ന് അതുവരെ അറിയപ്പെട്ടിരുന്ന ഏതത് വർഷം ഈ ഭൂഖണ്ഡത്തെ, അതായത് ഭാരതവർഷത്തെ എന്നതുകൊണ്ടാണ് ഈ ഭൂഖണ്ഡത്തെ, ഇത് ശുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. ഭൂഖണ്ഡത്തിൽ ആ ഭാരത ഭൂഖണ്ഡത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് കൊണ്ടാണ് ഈ ഭൂഖണ്ഡത്തെ ഭാരതം ഇതി വ്യപതിശന്തി അന്ന് മുതൽക്കാണ് ഭാരതവർഷം എന്ന് വിളിച്ചു വന്നത്. 4-ാമത്തെ ശ്ലോകം. സഹ ബഹുവിത് മഹീപതിഃ പിതൃപൈതാമഹവത് ഉരുവത്സലതയാ സ്വേ സ്വേ കർമ്മണി വർത്തമാനാഃ പ്രജാഃ സ്വധർമ്മം അനുവർത്തമാനഃ പര്യപാലയത്. ആ ഭരതൻ പിതൃപൈതാമഹവത് തൻ്റെ അച്ഛനെ പോലെയും മുത്തച്ഛനെ പോലെയും ബഹുവിധ് പല കാര്യങ്ങളിൽ അറിവുണ്ടായിരുന്ന ബഹുകാര്യജ്ഞനായിരുന്ന സഹ
മഹീപതിഹി, ആ ഭരതരാജാവ് സ്വധർമ്മം അനുവർത്തമാനഃ, തൻ്റെ സ്വധർമ്മത്തെ ഭംഗിയായി അനുവർത്തിച്ചുകൊണ്ട് ഇതേപോലെ തന്നെ സ്വേ സ്വേ കർമ്മണി, അവരവരുടെ കർത്തവ്യത്തിൽ വർത്തമാനാഹ, നിലയുറച്ചു നിന്നിരുന്ന പ്രജാഹ, തൻ്റെ പ്രജകളെ ഉരുവത്സലതയാ, അത്യധികമായ വാത്സല്യത്തോടുകൂടെ അച്ഛൻ മക്കളെ എന്ന പോലെ പരിപാലയത്, പരിപാലിച്ചു വന്നു. അദ്ദേഹം യജ്ഞസ്വരൂപനായ ഭഗവാൻ ശ്രീഹരിയെ യജിച്ചതിനെ കുറിച്ചാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഈജേച്ച ഭഗവന്തം യജ്ഞക്രതുരൂപം ക്രതുഭിഃ ഉച്ചാവചൈഃ ശ്രദ്ധയാ ആഹൃത അഗ്നിഹോത്ര ദർശ പൂർണമാസ ചാതുർമാസ്യ പശുസോമാനാം പ്രകൃതി വികൃതിഭിഃ അനുസവനം ചാതുർഹോത്ര വിധിന. യജ്ഞക്രതുരൂപം, യജ്ഞം ക്രതു എന്നിങ്ങനെ 2 പ്രകാരത്തിലുള്ള യാഗങ്ങളുടെയും സ്വരൂപമായ ഭഗവന്തം, ഭഗവാൻ ശ്രീഹരിയെ. ഇവിടെ പശുവിനെ ഹോമിക്കുന്ന രീതിയിലുള്ള യാഗങ്ങളുണ്ട്, അല്ലാത്തതുണ്ട്. യൂപം എന്ന് വെച്ചാൽ ഒരു കുറ്റി പോലെ ഒരു കാര്യം അവിടെ നാട്ടിയിട്ട് അവിടെയാണ് പശുവിനെ കെട്ടുക, യജ്ഞ പശുവിനെ കെട്ടുക. ഇങ്ങനെ യൂപമില്ലാത്ത യാഗങ്ങൾ യജ്ഞങ്ങളും യൂപമുള്ളവ ക്രതുക്കളുമാകുന്നു. ഈ 2 രീതിയിലുള്ള യാഗങ്ങളുടെയും സ്വരൂപം ഭഗവാൻ ശ്രീഹരിയാണ്. അങ്ങനെയുള്ള ഭഗവാൻ ശ്രീഹരിയെ ആഹൃതം, തന്നാൽ അംഗീകരിക്കപ്പെട്ട അഗ്നിഹോത്ര ദർശപൂർണമാസ ചാതുർമാസ്യ പശുസോമാനാം, ഇതെല്ലാം വിവിധ തരത്തിലുള്ള യജ്ഞക്രിയകളാണ്. ഒപ്പം തന്നെ പ്രകൃതി വികൃതിഭിഃ, പ്രകൃതി വിഭാഗത്തിലും വികൃതി വിഭാഗത്തിലുമായി ഉച്ച അവചൈഃ, വലുതും ചെറുതുമായിട്ട് അനേക രൂപത്തിലുള്ള ക്രതുഭിഃ, യാജ്ഞിക കർമ്മങ്ങളാൽ ശ്രദ്ധയാ അനുസവനം, ശ്രദ്ധയോടെ ഓരോ സവനത്തിലും ചാതുർഹോത്ര വിധിന, ചാതുർഹോത്ര മുറപ്രകാരം ഈജേച്ച, യജിക്കുകയും ചെയ്തു. ഇതെല്ലാം യജ്ഞവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൂടുതലായി വിശദീകരിച്ചു തരാൻ അറിയില്ല. എന്തായാലും ഭഗവാൻ ശ്രീഹരിയെ പ്രീതനാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഋത്വിക്കുകളെ വെച്ച് ഒരുപാട് യാഗങ്ങൾ ചെയ്തു എന്ന് മനസ്സിലാക്കുക. 6-ാമത്തെ ശ്ലോകം. സംപ്രചരത്സു നാനായാഗേഷു വിരചിത അംഗക്രിയേഷു അപൂർവം യത് തത് ക്രിയാഫലം ധർമാഖ്യം പരേ ബ്രഹ്മണി യജ്ഞപുരുഷേ സർവദേവതാലിംഗാനാം മന്ത്രാണാം അർത്ഥനിയാമകതയാ സാക്ഷാത് കർത്തരി പരദേവതായാം ഭഗവതി വാസുദേവേ ഏവ ഭാവയമാനഃ ആത്മനൈപുണ്യ മൃദിത കഷായോ ഹവിഷു അധ്വര്യുഭിഃ ഗൃഹ്യമാണേഷു സഹയജമാനഃ യജ്ഞഭാജോ ദേവാൻ താൻ പുരുഷ അവയവേഷു അഭ്യധായത്. വീണ്ടും ആ യജ്ഞവുമായി ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. വിരചിത അംഗക്രിയേഷു, പലതരത്തിലുള്ള അംഗവിക്ഷേപങ്ങൾ, അംഗക്രിയകളോടുകൂടിയ നാനായാഗേഷു, വിവിധ യാഗങ്ങൾ സംപ്രചരത്സു, നടന്നുകൊണ്ടിരിക്കെ അപൂർവം, അപൂർവം എന്നുള്ള അദൃഷ്ട പുണ്യം, അതായത് ഇതിനെന്ത് പുണ്യമാണ് ലഭിക്കുക എന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ അദൃഷ്ട പുണ്യസ്വരൂപമായ യത് തത് ധർമാഖ്യം ക്രിയാഫലം, ധർമ്മം എന്നു പേരുള്ള ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലത്തെ പരേ ബ്രഹ്മണി, ആ ഫലം പോലും തനിക്ക് ആവശ്യമില്ല എന്ന രീതിയിൽ ആ ഫലത്തെ പോലും ആ പരബ്രഹ്മസ്വരൂപനും യജ്ഞപുരുഷേ, യജ്ഞമൂർത്തിയും സർവദേവതാലിംഗാനാം, സർവദേവന്മാരെയും വ്യഞ്ജിപ്പിക്കുന്ന മന്ത്രാണാം, മന്ത്രങ്ങളുടെ അർത്ഥനിയാമകതയാ, പൊരുളായിട്ടുള്ള ഇന്ദ്രാദി ദേവഗണത്തിൻ്റെ നിയന്താവ് കൂടിയായിട്ടുള്ള പരദേവതായാം, പരമ ഉപാസ്യനായ ആ ദേവനും സാക്ഷാത് കർത്തരി, യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം കർത്താവ് ആ ഭഗവാൻ തന്നെയാണ് എന്ന ഭാവത്തിൽ ഇതിൻ്റെ എല്ലാം ഫലം ഭഗവാന് തന്നെ സമർപ്പിക്കുകയാണ്. അതാണ് ഭഗവതി വാസുദേവേ ഏവ ഭാവയമാനഃ, ഭഗവാൻ ശ്രീ വാസുദേവന് തന്നെ
ഈ യജ്ഞത്തിൻ്റെ എല്ലാ കർമ്മഫലവും സമർപ്പിക്കുന്നു എന്ന ഭാവത്തിൽ ആത്മനൈപുണ്യ ഇങ്ങനെയുള്ള ആധ്യാത്മികമായ കൗശലത്താൽ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഏത് കർമ്മവും എനിക്കായി സമർപ്പിച്ചാൽ നിങ്ങൾ എല്ലാ കർമ്മത്തിൽ നിന്നും, എന്തിന് പുണ്യകർമ്മത്തിൽ നിന്നു പോലും മുക്തനാകും. കാരണം പുണ്യകർമ്മം എന്ന് പറയുന്നത് സ്വർണച്ചങ്ങലയാണ്. സ്വർണച്ചങ്ങല കൊണ്ട് കെട്ടിയാലും ബന്ധനം തന്നെയാണ്. അപ്പോൾ ആ ഫലവും എനിക്ക് വേണ്ട, അതും ഭഗവാൻ ഇരിക്കട്ടെ എന്ന ആ കൗശലത്താൽ, ഇങ്ങനെ ഒരു കൗശലം പ്രയോഗിച്ചുകൊണ്ട് എല്ലാ കർമ്മവും ഭഗവാന് സമർപ്പിച്ചതിനാൽ മൃദിത കഷായ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ രാഗദ്വേഷാദി മാലിന്യങ്ങളൊക്കെ തന്നെ ഇല്ലാതായി. ഇങ്ങനെയുള്ള യജമാനഃ സഹ, ഈ യജ്ഞത്തിൻ്റെയൊക്കെ യജമാനനായ ആ ഭരതരാജർഷി അധ്വര്യുഭിഹി ഹവിഷു ഗൃഹ്യമാണേഷു, ഈ യജ്ഞം ചെയ്യാൻ വേണ്ടി അവിടെ ഉള്ളവരാണ് അധ്വര്യുക്കൾ. അവരാൽ ആഹുതി ദ്രവ്യങ്ങൾ കയ്യിലെടുത്ത് കൊടുക്കുമ്പോൾ യജ്ഞഭാജഃ, യജ്ഞാർപ്പിതമായ ദ്രവ്യങ്ങളെ സ്വീകരിക്കുന്ന താൻ ദേവാൻ, ആ ദേവന്മാരെ എല്ലാം തന്നെ ആ ഭഗവാന്റെ ഓരോരോ അവയവങ്ങളാണ്. പുരുഷ അവയവേഷു, പരമപുരുഷനായ ഭഗവാന്റെ കണ്ണ് മുതലായ അവയവങ്ങളായി കണ്ടിട്ട് ആ ഭഗവാന് തന്നെ സമർപ്പിക്കുന്നതായി അഭ്യധായത്, ഉള്ളിൽ ഭാവന ചെയ്തു. ഇങ്ങനെ ഭഗവാന്റെ പ്രസാദത്തിനായി ചെയ്യുന്ന കർമ്മം പോലും, അതിൻ്റെ കർമ്മഫലത്തെ പോലും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഗീതയിൽ നമ്മെ ഉപദേശിക്കുന്ന നിഷ്കാമ കർമ്മയോഗിയായി തീർന്നു ഈ ഭരതൻ. ഇങ്ങനെ കൗശലത്തോടെയുള്ള കർമ്മഫല സമർപ്പണത്താൽ ഹൃദയം ശുദ്ധമായപ്പോൾ അവിടെ ഭക്തി കൂടുതൽ കൂടുതൽ പ്രകാശിച്ചു തുടങ്ങി. അതാണ് 7ാമത്തെ ശ്ലോകം. ഏവം കർമ്മവിശുദ്ധ്യാ വിശുദ്ധ സത്വസ്യ അന്തർഹൃദയാകാശ ശരീരേ ബ്രഹ്മണി ഭഗവതി വാസുദേവേ മഹാപുരുഷരൂപ ഉപലക്ഷണേ ശ്രീവത്സ കൗസ്തുഭ വനമാല അരിധര ഗദാദിഭിഃ ഉപലക്ഷിതേ നിജപുരുഷ ഹൃത് ലിഖിതേന ആത്മനി പുരുഷരൂപേണ വിരോചമാനഃ ഉച്ചൈസ്തരാം ഭക്തിഃ അനുദിനം ഏധമാനരയാ അജായത്. ഏവം ഇപ്രകാരമായ കർമ്മവിശുദ്ധിയാ, കർമ്മപരിശുദ്ധിയാൽ വിശുദ്ധ സത്വസ്യ നിർമ്മല അന്തഃകരണനായി ഭവിച്ചവന്റെ അന്തർഹൃദയാകാശ ശരീരേ, ഒരു ഭക്തന്റെ അന്തർഹൃദയമാകുന്ന ആകാശം തൻ്റെ വാസസ്ഥാനമാക്കി വെച്ചിരിക്കുന്നവനും മഹാപുരുഷരൂപ ഉപലക്ഷണേ, മഹാപുരുഷരൂപത്തിൻ്റെ ആകാരം കൊണ്ടിരിക്കുന്നവനും ശ്രീവത്സ കൗസ്തുഭ വനമാല അരിധര ഗദാദിഭിഃ, ശ്രീവത്സം കൗസ്തുഭം വനമാല സുദർശന ചക്രം ശംഖം ഗദ മുതലായവയോടുകൂടി പരിലസിക്കുന്നവനും ഉപലക്ഷിതേ നിജപുരുഷ ഹൃത് ലിഖിതേന, തന്നെ എക്കാലത്തും ഭജിക്കുന്ന നാരദാദി സ്വഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ ലിഖിതേന ഒരു ചിത്രം വരച്ചതുപോലെ നിശ്ചലമായി നിലകൊള്ളുന്ന പുരുഷരൂപേണ, പുരുഷസ്വരൂപത്തോടെ ആത്മനി വിരോചമാനെ, ആ ഭരതന്റെ ഹൃദയത്തിലും പ്രകാശിക്കുന്നവനും ബ്രഹ്മണി സർവവ്യാപിയും ഭഗവതി വാസുദേവേ, ഇങ്ങനെയൊക്കെയുള്ള ആ ഭഗവാനായ വാസുദേവനിൽ അനുദിനം യഥമാനരയാ, നാൾക്കുനാൾ വളർന്നു വന്ന, വേഗത്തോടുകൂടി വളർന്നു വന്ന ആ ഭക്തി ഉച്ചൈസ്തരാം അജായത, മേൽക്കുമേൽ അങ്ങനെ സംജാതമായി. അപ്പോൾ ഹൃദയം വിശുദ്ധമാകുമ്പോൾ അവിടെ ഭക്തി സ്ഥാനം പിടിക്കുന്നു. ഭക്തിക്ക് വേണ്ടി നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉള്ളിൽ പ്രകാശമാനമാകേണ്ട ഒന്നാണ്. നമുക്ക് ഭക്തി വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനേ സാധിക്കുകയുള്ളൂ. അതിൽ പ്രധാനമാണ് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന് സമർപ്പിക്കുക, അതിൻ്റെ കർമ്മഫലവും ഭഗവാന് സമർപ്പിക്കുക. അത് നല്ലതാവട്ടെ ചീത്തയാകട്ടെ.
പൊതുവെ ഭഗവാനിൽ ഭക്തി ഉറച്ചവർ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷെ ആ നല്ല കാര്യം ചെയ്യുമ്പോഴും ഇത് ഞാൻ ചെയ്തു എന്ന അഹങ്കാരം വരാതിരിക്കാൻ അതുപോലും ഭഗവാന് സമർപ്പിക്കുക. ഭഗവാനാൽ നിയുക്തനായി ഞാൻ ഇങ്ങനെ ചെയ്തു, അത്രയേ ഉള്ളൂ എന്ന ഭാവത്തിൽ ഭഗവാന് സമർപ്പിക്കും തോറും ഉള്ളിൽ ഹൃദയം വിശാലമാകും. അവിടെ ഭഗവാൻ സ്ഥിരമായി വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഹൃദയത്തിൽ ഭക്തി വർദ്ധിക്കുന്നത്. 8ാമത്തെ ശ്ലോകം. ഏവം വർഷ അയുത സഹസ്രപര്യന്ത അവസിത കർമ്മ നിർവാണ അവസര അധിഭുജ്യമാനം സ്വതനയേഭ്യോ റിക്തം പിതൃപൈതാമഹം യഥാദായം വിഭജ്യ സ്വയം സകല സമ്പന്നികേതാത് സ്വനികേതാത് പുലഹാശ്രമം പ്രവവ്രാജ. ഏവം ഇപ്രകാരം ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് വർഷ അയുത സഹസ്രം 10,000 സംവത്സര സഹസ്രങ്ങൾ പര്യന്തം അത്രയും കാലം അവസിത കർമ്മ നിർവാണ അവസരഃ ഇത്രയും കാലം രാജ്യം ഭരിച്ചപ്പോൾ തന്നെ തൻ്റെ പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നിയപ്പോൾ തൻ്റെ കർമ്മസമാപ്തിയുടെ സന്ദർഭം വന്നു ചേർന്നു എന്ന് അദ്ദേഹത്തിന് സ്വയം തോന്നി. അങ്ങനെ അതുവരെ അധിഭുജ്യമാനം അനുഭവിച്ചുകൊണ്ടിരുന്ന പിതൃപൈതാമഹം തനിക്ക് വംശപരമ്പരയായി കിട്ടിയ റിക്തം സമ്പത്തിനെ സ്വയം തന്നെത്താൻ തന്നെ സ്വതനയേഭ്യഃ തൻ്റെ മക്കൾക്കായി യഥാദായം ഒരു വക ഭേദവും കൂടാതെ വിഭജ്യ യഥാക്രമം അത് വിഭജിച്ചു കൊടുത്ത് സകല സമ്പന്നികേതാത് എല്ലാ സമ്പത്തുകൾക്കും ഇരിപ്പിടമായ സ്വനികേതാത് തൻ്റെ അരമന വിട്ടിറങ്ങി കൊട്ടാരം വിട്ട് പുലഹാശ്രമം പുലഹന്റെ ആശ്രമത്തിലേക്ക് പ്രവവ്രാജ സന്യാസാശ്രമം സ്വീകരിച്ച് അങ്ങനെ കൊട്ടാരം വിട്ട് ഇറങ്ങി. അപ്പോൾ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ കർമ്മങ്ങളും കർമ്മഫലവും ഭഗവാന് സമർപ്പിച്ചതിനാൽ ഹൃദയശുദ്ധി കൈവന്ന് പൂർണ്ണ ഭക്തനായി തീർന്നിരുന്നു. എങ്കിലും ഭഗവാന്റെ ഒരു ദാസൻ എന്നതുപോലെ ആ രാജ്യം ഭരിച്ചു. പിന്നീട് തൻ്റെ മക്കൾക്കായി എല്ലാം വീതിച്ചു കൊടുത്ത് തൻ്റെ കർമ്മസമാപ്തിയായി എന്ന് കണ്ട് എല്ലാം ഉപേക്ഷിച്ച് പുലഹാശ്രമത്തിലേക്ക് യാത്രയായി. ഇനി ഈ പുലഹാശ്രമത്തിൽ തന്നെ പോകാൻ കാരണം എന്താണ്? അവിടെ ഭഗവാൻ ശ്രീഹരി അധിവസിക്കുന്നു എന്നാണ്. 9, 10 ശ്ലോകങ്ങളിലായി പറയുന്നു. യത്രഹ വാവ ഭഗവാൻ ഹരിഹി അദ്യാപി തത്രത്യാനാം നിജജനാനാം വാത്സല്യേന സന്നിധാപ്യത ഇച്ഛാരൂപേണ. 10 യത്ര ആശ്രമപദാനി ഉഭയതോ നാഭിഭിഹി ദൃശ ചക്രൈഹി ചക്രനദീ നാമ സരിത്പ്രവരാ സർവതഃ പവിത്രീകരോതി. യത്രഹ യാതൊരു പുലഹാശ്രമത്തിലാണോ ഭഗവാൻ ഹരിഹി ഭഗവാൻ ശ്രീഹരി തത്രത്യാനാം അവിടെയുള്ള നിജജനാനാം തൻ്റെ ഉത്തമ ഭക്തന്മാരുടെ വാത്സല്യേന ഭക്തന്മാരിലുള്ള വാത്സല്യം നിമിത്തം അദ്യാപി ഇപ്പോഴും ഇച്ഛാരൂപേണ അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ സന്നിധാപ്യതേ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. ഇനി ഇവിടെയാണ് ഗണ്ഡകി നദി ഒഴുകുന്നത്. ഗണ്ഡകി നദിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിലെ കല്ലുകളെല്ലാം സാളഗ്രാമങ്ങളാണ്. അതായത് ഭഗവാന്റെ തന്നെ രൂപമായിട്ടാണ് സാളഗ്രാമങ്ങളെ കാണുന്നത്. ഈ സാളഗ്രാമത്തെ പൂജിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തെ പൂജിക്കുന്നതിന് തുല്യമാണ്. അതാണ് പറയുന്നത് യത്ര യാതൊരു ദിക്കിൽ ഈ പുലഹാശ്രമത്തിന് ചുറ്റുമായി ചക്രനദീ നാമ ചക്രനദി എന്നാൽ ഗണ്ഡകി നദി. ആ നദി സരിത് പ്രവരാഹ എന്ന് പേരായ ശ്രേഷ്ഠമായ നദി. ഇനി ആ നദിയിൽ കാണപ്പെടുന്ന സാളഗ്രാമത്തിൻ്റെ പ്രത്യേകതയാണ് ഉഭയതോ നാഭിഭിഹി
രണ്ടു വശത്തും മുകളിലും താഴെയുമായിട്ട് ഭഗവാന്റേത് എന്നതുപോലെ നാഭിയുള്ളവയും ദൃശചക്രൈഹി ഉള്ളിൽ ചക്രമുള്ളവയുമായ സാളഗ്രാമ ശിലകളാൽ ആശ്രമപദാനി ആ ആശ്രമസ്ഥലങ്ങളെ സർവതഃ എല്ലായിടത്തും പവിത്രീകരോതി പരിപാവനമാക്കുന്നു. ഈ പുലഹാശ്രമത്തിന് ചുറ്റുമായിട്ടാണ് ഗണ്ഡകി നദി ഒഴുകുന്നത്. ആ നദിയിൽ യഥേഷ്ടം ഭഗവാന്റെ രൂപം തന്നെയായിട്ടുള്ള പ്രതീകമായിട്ടുള്ള സാളഗ്രാമശിലകൾ ലഭ്യമാണ്. ഇങ്ങനെയുള്ള പുലഹാശ്രമത്തിലേക്കാണ് ഭരതൻ പോയത്. 11ാമത്തെ ശ്ലോകം. തസ്മിൻഹ വാവ സ കില ഏകലഹ പുലഹാശ്രമ ഉപവനെ വിവിധ കുസുമ കിസലയ തുളസിക അംബുഭിഃ കന്ദമൂലഫല ഉപഹാരൈഃ ച സമീഹമാനോ ഭഗവത ആരാധനം വിവിക്ത ഉപരത വിഷയാഭിലാഷ ഉപഭൃത ഉപശമ പരാം നിർവൃത്തിം അവാപ. ഹ വാവ തസ്മിൻ അഹോ അദ്ഭുതം തന്നെ പുലഹാശ്രമ ഉപവനെ ആ പുലഹാശ്രമത്തിൻ്റെ പരിസരത്തിലുള്ള ഉദ്യാനത്തിൽ സഹ ഭരതൻ ഏകലഹ കില ഏകനായിട്ട് തന്നെ ഇരുന്ന് ആ ഉദ്യാനത്തിൽ നിന്ന് ലഭിക്കുന്ന വിവിധ കുസുമ കിസലയ തുളസിക അംബുഭിഃ പലവിധം പുഷ്പങ്ങൾ, തളിരുകൾ, തുളസിയില, ശുദ്ധജലം ഇവ കൊണ്ടും കന്ദമൂലം കന്ദമെന്നാൽ കിഴങ്ങുകൾ, മൂലം പച്ചക്കായകൾ, പിന്നെ ഫലം പഴുത്ത പഴങ്ങൾ ഇങ്ങനെയുള്ള ഉപഹാരൈഹി നൈവേദ്യങ്ങൾ കൊണ്ടും ഭഗവതഃ ആരാധനം എല്ലായ്പ്പോഴും ഭഗവാന്റെ ആരാധനം ഭഗവാനെ പൂജിക്കുക ഇവ സമീഹമാനഃ നിർവഹിച്ചുകൊണ്ട് ഉപരത വിഷയാഭിലാഷഃ എല്ലാ തരത്തിലുള്ള വിഷയാഭിലാഷത്തിൽ നിന്നും നിവൃത്തനും വിവിക്തഃ വിശുദ്ധനും ഉപഭൃത ഉപശമഃ മനസ്സെല്ലാം അടങ്ങി അങ്ങനെ മനഃശാന്തിയോടുകൂടിയവനുമായി ഭവിച്ച് ഇങ്ങനെ വരുമ്പോൾ തന്നെ പരാം നിർവൃത്തിം അവാപ പരമാനന്ദത്തെ പ്രാപിച്ചു. മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം വെച്ചുകൊണ്ട് ഭഗവാനെ പൂജിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട ചിന്തകളായിരിക്കും. അവിടെ ഭഗവാനുമായിട്ട് മനസ്സ് ഏകീഭവിക്കാൻ വളരെ പ്രയാസമാണ്. ഈ ആഗ്രഹം നടക്കുമോ? എത്ര ദിവസത്തിനുള്ളിൽ നടക്കും? ഇങ്ങനെ ഒരു ആകാംക്ഷയോടുകൂടെയായിരിക്കും ഭഗവാനെ ഭജിക്കുക. എന്നാൽ ഒന്നിനും വേണ്ടി അല്ലാതെ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടി മാത്രം അതിൽ രസിച്ചുകൊണ്ട് ആരാധിക്കുമ്പോഴുള്ള ഒരു ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ഒരു ആനന്ദം ഈ ഉദ്യാനത്തിൽ ഭഗവാനെ പൂജിക്കുന്നതിലൂടെ ഭരതന് ലഭിച്ചു. അതിന് അവിടെയുള്ള സാളഗ്രാമം അദ്ദേഹത്തിനെ സഹായിച്ചു. ഒപ്പം ഉപവനത്തിൽ നിന്നുള്ള പുഷ്പങ്ങളെ കൊണ്ടും ആ കാടുകളിൽ നിന്ന് കിട്ടുന്ന കായ്കനികളെ കൊണ്ടും പഴങ്ങളെ കൊണ്ടുമൊക്കെയാണ് അദ്ദേഹം ഭഗവാന് നൈവേദ്യങ്ങൾ ഒരുക്കിയതും അത് തന്നെ പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ വളരെ സന്തുഷ്ടനായിട്ട് അദ്ദേഹം ആ കാട്ടിൽ കഴിഞ്ഞു വന്നു. 12ാമത്തെ ശ്ലോകം. തയാ ഇത്തം അവിരത പുരുഷ പരിചര്യയാ ഭഗവതി പ്രവർദ്ധമാന അനുരാഗഭര ധൃത ഹൃദയ ശൈഥില്യഃ പ്രഹർഷവേഗേന ആത്മനി ഉദ്ഭിദ്യമാന രോമപുളക കുളക ഔത്കണ്ഠ്യ പ്രവൃത്ത പ്രണയ ബാഷ്പ നിരുദ്ധ അവലോക നയന ഏവം നിജരമണ അരുണ ചരണാരവിന്ദ അനുധ്യാന പരിചിത ഭക്തിയോഗേന പരിപ്ലുത പരമാഹ്ലാദ ഗംഭീര ഹൃദയ ഹ്രദ അവഗാഢ ഭിഷണഃ താം അപി ക്രിയമാണാം ഭഗവത് സപര്യാംന സസ്മാര. ഇത്തം ഇപ്രകാരം തയാ ആ ഭരതനാൽ അവിരത പുരുഷ പരിചര്യയാ നിരന്തരം ഭഗവാനെ പൂജിക്കുക എന്നതൊരു ലഹരിയായി മാറി. ഇങ്ങനെ ഭഗവതി ആ ഭഗവാനിൽ പ്രവർദ്ധമാനം വളർന്നു വന്ന അനുരാഗത്താൽ പ്രേമ അതിശയത്താൽ ഹൃദയം
ഹൃദയ ശൈഥില്യം സംഭവിച്ചു എന്നാണ്. അതാണ് അനുരാഗഭര ദ്രുത ഹൃദയ ശൈഥില്യ. ഹൃദയം ദ്രവീഭവിച്ചു. അപ്പോൾ എന്തിനെന്നറിയാതെ നമുക്ക് കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഭഗവാനെ കുറിച്ച് കേട്ടാൽ തന്നെ കണ്ണുനീര് വരിക, ഭഗവാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കണ്ണുനീര് വരിക, അതൊക്കെ ഭക്തിയാൽ ഹൃദയം ദ്രവീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഒപ്പം തന്നെ ആകപ്പാടെ ഒരു രോമാഞ്ചമാണ് എപ്പോഴും. പ്രഹർഷവേഗേന, ആ ആനന്ദവായ്പിനാൽ ആത്മനി, തൻ്റെ ശരീരത്തിൽ ഉദ്ഭിദ്യമാനം, പൊട്ടിപ്പുറപ്പെടുന്ന രോമപുളകുളകഃ, രോമാഞ്ച നിരകളോടുകൂടിയവനും ഔത്കണ്ഠ്യ പ്രവൃത്ത പ്രണയബാഷ്പം, ഭഗവാനെ കാണാനുള്ള ആ ഔത്സുക്യത്താൽ പ്രവൃത്തം ഉണ്ടായി വരുന്ന പ്രണയബാഷ്പം, അത്യധികമായ കണ്ണുനീരിനാൽ നിരുദ്ധ അവലോകനയനഃ, പിന്നെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. ഭഗവാനെ പൂജിക്കുന്നുണ്ട്, പക്ഷെ അത് കാണാൻ പോലും പറ്റുന്നില്ല. അത്രയധികം കണ്ണുനീരിനാൽ അങ്ങനെ കണ്ണുനീരിങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. താൻ ചെയ്യുന്ന കാര്യം പോലും കാണാൻ പറ്റാത്ത വിധം. കാരണം ഭഗവാനോടുള്ള അനുരാഗാധിക്യത്താൽ. ഏവം ഇപ്രകാരം നിജരമണ, തനിക്കേറ്റവും പ്രിയപ്പെട്ട ആ ഭഗവാന്റെ അരുണ ചരണാരവിന്ദം, ചമന്ന നിറത്തിലുള്ള ആ പാദകമലം, അതിനെ അനുധ്യാനം, അതിനാൽ പരിചിത ഭക്തിയോഗേന, നിരന്തര ധ്യാനം കൊണ്ട് പുഷ്ടിയാർജിച്ച ഭക്തിയോഗത്താൽ പരിപ്ലുത പരമാഹ്ലാദം, അത്യധികമായ ആഹ്ലാദം, അതിന് നമുക്ക് അളക്കാൻ പോലും പറ്റില്ല. നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ചില ഭൗതിക സുഖങ്ങൾ കിട്ടുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്, ചില കാര്യങ്ങൾ നേടുമ്പോഴുള്ള സന്തോഷം. അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ഭഗവാനിൽ പ്രേമം വർദ്ധിക്കുമ്പോഴുള്ള ആനന്ദം. അതിനെ അളക്കാൻ, അതിനോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല. എങ്കിൽ മാത്രമേ ഇതുപോലെയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള പരമാഹ്ലാദ ഗംഭീര ഹൃദയഹ്രദം, അഗാധമാകുന്ന ഹൃദയ കയത്തിൽ അങ്ങനെ മുങ്ങിയിറങ്ങി ആറാടുന്ന ഗാഠ ദിഷണഃ, അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഭഗവാനിലുള്ള അനുരാഗ കയത്തിൽ അങ്ങോട്ട് ഇറങ്ങി മുങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹമായിത്തീർന്നു. പതുക്കെ പതുക്കെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജ പോലും മറന്നു പോകുന്ന അവസ്ഥ. അതാണ് ക്രിയമാണാം ഭഗവത് സപര്യാം അപി, താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജ പോലും ന സസ്മാര, അത് ഓർമ്മിക്കാതെയായി. പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരെയൊക്കെ പോലെ ഈ ലോകത്തെ മറന്നുകൊണ്ട് ഇരിക്കുക, ആനന്ദ അവസ്ഥയിൽ അങ്ങനെ ഇരുന്നു പോവുക, പൂജ ചെയ്യുകയാണെന്ന് പോലും മറന്നു പോവുക. അങ്ങനെ ഒരു അവസ്ഥയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. കാലം പോകെ അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ ജട പിടിച്ചു. പൂർണ്ണമായും ഒരു സന്യാസിയുടെ വേഷവിധാനത്തിലേക്ക് അദ്ദേഹം മാറി എന്ന് പറയുന്നു. 13-ാമത്തെ ശ്ലോകം. ഇത്തം ധൃത ഭഗവത് വ്രത അയിണേയാജിന വാസസ അനുസവന അഭിഷേക ആർദ്ര കപിശ കുടില ജടാകലാപേന ച വിരോചമാനഃ സൂര്യർച്ച ഭഗവന്തം ഹിരൺമയം പുരുഷം ഉജ്ജിഹാനെ സൂര്യമണ്ഡലേ അഭ്യുപതിഷ്ഠൻ ഏതത് ഊഹാ ഉവാച. ഇത്തം ഇപ്രകാരം ധൃത ഭഗവത് വ്രതഃ, ഭഗവത് പ്രീതികരങ്ങളായ അനേകം വ്രതങ്ങളെ ധരിച്ചവനായി. ഭഗവാനിൽ മനസ്സ് വെച്ചാൽ പിന്നെ ചെയ്യുന്നതൊക്കെ വ്രതം തന്നെയാണ്. അതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഇങ്ങനെ ദൃഢവ്രതനായി വസ്ത്രം, മാനിൻ്റെ തോല്, അതാണ് ഐണേയാജിന വാസസ, ആ വസ്ത്രം ധരിച്ച്, മാനിൻ്റെ തോൽ വസ്ത്രമായി ധരിച്ച്, അനുസവനം എന്ന് വെച്ചാൽ 3 നേരവും ഉള്ള അഭിഷേകം, കുളി കൊണ്ട് ആർദ്രം, ഈറനായ, വെറുതെ ഒന്ന് മുങ്ങുക, അത് മാത്രമാണ് കുളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മുടി നിവർത്തി അതിൻ്റെ അഴുക്ക് കളഞ്ഞ് അങ്ങനെയൊന്നുമില്ല. അവിടെ നനയ്ക്കുക, ശരീരം മുഴുവൻ നനയ്ക്കുക എന്നതാണ് കുളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അങ്ങനെ കുളികൊണ്ട് ആർദ്രമായ കപിശം ജടപിടിച്ച, അതായത് ചെമ്പിച്ച കുട്ടില ജടാകലാപേന, ചെമ്പിച്ച് ചുരുണ്ട ജടാമുടിയാലും, എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും അത്രയും കാലത്തെ ആ സപര്യ കൊണ്ട് അദ്ദേഹം അങ്ങനെ സൂര്യന് തുല്യം വിരോചമാനഹ, ശോഭിക്കുന്നവനായി തീർന്നു. മാത്രമല്ല അദ്ദേഹം സൂര്യനെ ഭഗവാൻ തന്നെയായി കണ്ട് സൂര്യമണ്ഡലെ ഉജ്ജിഹാനെ, സൂര്യൻ ഉദിച്ചുയർന്നു വരുമ്പോൾ ഹിരൺമയം ഭഗവന്തം പുരുഷം, പ്രകാശസ്വരൂപമായിരിക്കുന്ന ഭഗവാൻ സൂര്യനാരായണ സ്വാമിയെ അഭ്യുപതിഷ്ഠൻ, നേരെ നോക്കി നിന്നുകൊണ്ട് സൂര്യർച്ച, സൂര്യനെ അർച്ചിക്കുന്ന ഏതത്, ഈ ഒരു ഋക്കിനാൽ ഉഹ ഉവാച, ഇങ്ങനെ ഉച്ചരിച്ച് സൂര്യനാരായണ സ്വാമിയെ അർച്ചിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ സൂര്യ നമസ്കാരവും ചെയ്ത് സൂര്യനെ അർച്ചിക്കാറുണ്ട്. അപ്പോൾ ചൊല്ലുന്ന ഒരു ശ്ലോകമാണ് 14-ാമത്തെ ശ്ലോകം. ആ ഒരു ശ്ലോകത്തോടുകൂടെ ഈ അധ്യായം അവസാനിക്കുകയാണ്. 14-ാമത്തെ ഈ ശ്ലോകം ഒരു വൈദിക മന്ത്രമാണ്. പരോരജ സവിതുർ ജാതവേദോ ദേവസ്യ ഭർഗോ മനസാ ഇദം മനസേദം ജജാന സുരേതസാ അധഃ പുനഃ ആവിശ്യ ചഷ്ടേ ഹംസം ഗൃധ്രാണം നൃഷദൃംഗിരാമിമഃ. സവിതുഹു ദേവസ്യ, സവിതാവായ ആ സൂര്യനാരായണ സ്വാമിയുടെ പരോരജഃ, രജോ ഗുണത്തിൽ നിന്നും പരമായിരിക്കുന്ന ശുദ്ധ സത്വാത്മകമായിട്ടിരിക്കുന്ന ജാതവേദഃ, കർമ്മഫലത്തെ പ്രദാനം ചെയ്യുന്ന കർമ്മഫലപ്രദമായിരിക്കുന്ന യാതൊന്ന് മനസ, മനസ്സങ്കൽപ്പത്താൽ ഇതം ഈ വിശ്വത്തെ ജജാന സൃഷ്ടിക്കുകയും പുനഃ വീണ്ടും അധഃ ഈ വിശ്വത്തെ തന്നെ ആ വിശ്വത്തിലുള്ള എല്ലാ വസ്തുക്കളിലും ആവശ്യ അന്തര്യാമിയായി പ്രവേശിച്ച് ഗൃധ്രാണം വിഷയാഭിലാഷിയായ ഹംസം ജീവനെ സുരേതസ തൻ്റെ ചിച്ഛക്തി കൊണ്ട് തൻ്റെ ആ ശക്തി കൊണ്ട് ചഷ്ടേ കടാക്ഷിച്ച് രക്ഷിക്കുകയും ചെയ്യുന്നുവോ അങ്ങനെയുള്ള ആ ഭഗവാനെ ഇവിടെ മൃഷത് എന്നാൽ ബുദ്ധി, അതിൻ്റെ ഋംഗിം എന്നാൽ ഗതി, അതിനെ രാതി ദദാതി കൊടുക്കുന്നവൻ ഇതി, ഇങ്ങനെയാണ് നൃഷത് ഋംഗിരാം എന്ന ആ വാക്ക്. അതൊരു വൈദിക സംസ്കൃത വാക്കാണ്. അതായത് ബുദ്ധിവൃത്തികളിൽ പ്രചോദനത്തെ നമ്മൾ ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചാലും എന്ന് പറയുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അന്തര്യാമിയായി ഇരുന്നു കൊണ്ട് ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ഭർഗഃ ആ സ്വരൂപ തേജസ്സിനെ ഇമഹ ഞാനിതാ ശരണം ഗമിക്കുന്നു. സങ്കല്പമാത്രം കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ച് തൻ്റെ ചിച്ഛക്തി കൊണ്ട് അതിൽ പ്രവേശിക്കുകയും മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുകയും ജീവനെ സദാ ദർശിക്കുകയും ചെയ്യുന്ന ആ സവിതാവിൻ്റെ എല്ലാവരുടെയും ബുദ്ധിയെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ആ ഭഗവാന്റെ സംശുദ്ധവും കർമ്മഫലപ്രദവുമായ തേജസ്സിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ ഭരതചരിതേ ഭഗവത് പരിചര്യായാം സപ്തമോ അധ്യായഃ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.